പേടിച്ചിന്നും തോൽക്കും കവിളിൽ നിന്നോമൽ വിരലോടാൻ വാ മേളം താ കളിക്കാണത്തുമ്പ കൂത്താട്ട കുമ്മിയടിക്കാൻ വാ കുളിരീളക്കൊണ്ടിൽ ചാഞ്ചാട്ട ചിന്തു പുതയ്ക്കാൻ വാ അളകാഞ്ചി പാട്ടിന്റെ താം കിടത്താളം താ കളി വിളയാട്ട തുള്ളാട്ട തരികിട മേളം താ. എത്തി സാറേ സിനിമാ നടി നമസ്കാരം. കടത്തനാട്ടുമാക്കത്തിൽ തോഴിയായിട്ട് അഭിനയിച്ച സ്മിത. എനിക്ക് പറയാനുള്ളത് അതൊന്നും അല്ല ശുഭേ. സ്റ്റേറ്റ്സിലുള്ള നിന്റെ ഡാഡിയുടെ ഇഷ്ടങ്ങൾ ഒന്നൊന്നായി നടത്താൻ ശ്രമിക്കുന്ന മേനോൻ സാറ് ഇതിനിടെ കിടന്ന് എന്റെ ശുഭ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെയിൻ. ഇപ്പോഴെങ്കിലും മധു എന്നെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ശുഭ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ഞാനപ്പ കളിയാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. നീ എന്താ കരുതിയത്? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് മധുവിനെ ഇഷ്ടമാ. ഡാഡി പറയുന്ന IAS ഡോക്ടറൊന്നും എനിക്ക് വേണ്ട. അപ്പൊ അമേരിക്കയിലെ ഡാഡി നിന്റെ കല്യാണം നിശ്ചയിച്ചതോ? മരിച്ചാലും ഞാൻ ഇനി മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. ഞാൻ നിന്റെ അച്ഛന് ഫോൺ ചെയ്യട്ടെ. വർമ്മ വന്നതിന് ശേഷം എനിക്ക് എന്തുവാവാം. അതുവരെ നീ കോളേജിൽ പോകണ്ട, എങ്ങും പോകണ്ട. ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും വഴിയില്ലല്ലോ. വീട്ടിൽ പൂട്ടി സീൽ വെച്ചിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കുക? ഇനിയിപ്പോ സീല് പൊട്ടിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മായയെ കോളേജിൽ കൊണ്ടുവിടാൻ പോകുമ്പോ ഇവന്റെ ഒരു കത്ത് കൊടുത്തു വിട്ടാലോ? ഓട്ടോറിക്ഷയുടെ സേവനം ഇന്നു പോലും നിർത്തി. അതെന്ത്? കാലത്തെ രണ്ടെണ്ണത്തിനെ വിളിക്കാൻ ചെന്നപ്പോ വഴിപഴപ്പിച്ചത് ഞാനാണ് പോലും. ആ പരട്ട മേനോന്റെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടി 2 അതെന്തായാലും നന്നായി. അവള് വല്ല കടുങ്കയും ചെയ്യുമെന്ന് എന്റെ പേടി. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഉറപ്പ് കൊടുത്താ. നീ ആരോട് ചോദിച്ചിട്ടാ ഈ ഉറപ്പൊക്കെ കൊടുത്തത്? ഇനിയിപ്പോ ഗൾഫും കുവൈറ്റും ഒന്നും ഓർത്തിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഒറ്റ രാത്രി കൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? 2 ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മെ തുറിച്ചു നോക്കുന്നത്. 1, ആ കുട്ടിയെ കെട്ടാൻ പോകുന്ന ഭാഗ്യവാനുമായിട്ടാണ് അമേരിക്കയിൽ നിന്നും ഡാഡിയുടെ വരവ്. 2, ഏതു നിമിഷവും ഒരു ആത്മഹത്യയുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്താണ് ഒരു പോംവഴി പെന്നി? ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയേ ഉള്ളൂ. പ്രായപൂർത്തിയായ പെണ്ണല്ലേ ശുഭ. അന്തസ്സായി വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കി രജിസ്റ്റർ മാരേജ് ചെയ്യുക. എന്നിട്ട് മേനന്റെ മുമ്പിൽ ചെന്ന് നെഞ്ചും വരിച്ച് നല്ല ആൺകുട്ടിയായിട്ട് നില്ല്. അതിന് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോകാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ഓഫീസിനെ നമുക്ക് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുചെല്ലാം. എന്ത്? മേനോനെ നമുക്ക് തട്ടിക്കളയാം. അതേ ഉള്ളൂ ഒരു പോംവഴി. ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് വീടിന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ. മനസ്സിലായോ? ഇത് വിസിറ്റിംഗ് ഹാൾ, ഇത് ഡൈനിങ്, ഇതാണ് വീടിന്റെ പ്രധാന വാതിൽ. ഇവിടെ നിന്ന് വലത്തോട്ട് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് കിച്ചണിലേക്കാണ്. അവിടെ നിന്നൊരു കൃത്യം 10 മീറ്റർ മുന്നോട്ട് നടന്നാൽ വീടിന്റെ ബാക്കിലുള്ള ആ സ്റ്റെയർ കേസിലെത്തും. അയ്യോ, അവിടെ പട്ടിക്കൂടാ. അതെന്നെ 3 വട്ടം കടിച്ചതാണ്. നിന്നെ കണ്ട ഏത് പട്ടിക്കൊന്ന് കടിക്കാൻ തോന്നും? സുരേന്ദ്ര, പ്ലീസ് ബി സീരിയസ്. ഇടതുവശത്ത് കാണുന്ന ഈ പൈപ്പ് വഴി കയറി ടെറസിലെത്താം. അവിടെ നിന്ന് വലതുവശത്ത് കൂടി ഊർന്നിറങ്ങി പിന്നാമ്പുറത്തെ വാതിലിന്റെ ലോക്ക് മാറ്റി നമ്മൾ അകത്ത് കിടക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, മെക്കിട്ട് കയറാൻ വരരുത്. എന്താണ്? മുമ്പിൽ തുറസായ വാതിലുള്ളപ്പോ എന്തിനാണ് ടെറസിന്റെ മുകളിൽ കയറി തല കുത്താൻ പോകുന്നത്? എടാ കഴുതേ, നമ്മൾ പെണ്ണ് കാണാൻ പോവല്ല, ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യണമല്ലോ, അതാ. ഇപ്പൊ ക്ലിയർ ആയോ? പിന്നൊരു കാര്യം, മുൻകൂട്ടി അറിയിക്കാതെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോ ആളറിയാതെ ശുഭ അലറി വിളിക്കാനിടയുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്ലോറോഫോം കയറണം. ബെന്നി, ഒന്നുമില്ലടാ,
നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. നീ ധൈര്യമായിട്ടിരിക്കെ, ഞങ്ങളില്ലേ കൂടെ. എന്താ കാണിക്കുന്നേ? ഞാൻ ഈ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യുവാ. എടാ അത് ടെലിഫോൺ ലൈൻ അല്ല, ഇലക്ട്രിക് ലൈനാ. ഇറങ്ങി വാ. ഇലക്ട്രിക് ലൈനോ ടെലിഫോൺ തിരിച്ചറിഞ്ഞൂടെ? അയ്യോ, കോമൺ സെൻസ് ഇല്ലാത്ത കഴുതേ. ഓ, ഇറങ്ങി വാ. പിടിച്ചോ. കേരളത്തിലായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ട്. എപ്പോഴും ഇവിടെ പോർക്കട്ടാണല്ലോ. മേനോൻ സാറിന്റെ കയ്യിൽ തോക്ക് കാണോ? കണ്ടേക്കാം. AK-47 56 തോക്കുകൾ വരെ കണ്ടേക്കാം. പക്ഷേ തോക്കല്ല, പീരങ്കി ഉണ്ടായാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നിനക്ക് വേണേലും കുപ്പായി ഊരി വെക്കാം. അതെ. അയ്യോ, ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മരിക്കുന്നേ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് മരിക്കാം. അയ്യോ, കറണ്ട് പോയി. കറണ്ട് പോയതല്ലടാ, തൊപ്പി തിരിച്ചിട്ടതാ. ഒന്ന് തിരിച്ചിട്ട് ഓർറാ. അവന്റെ തലയെ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതാ കറക്റ്റ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. വീടിന്റെ ഗേറ്റ് കിടക്കുന്നത് വരെയെങ്കിലും ശുഭയ്ക്ക് ബോധമുണ്ടാകരുത്. വായ അമർത്തി പിടിച്ച് അവളെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോടാ, അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. മനസ്സിലായോ? നിങ്ങളൊന്നും ഒരു കിഡ്നാപ്പിങ്ങിന് പറ്റിയവരെയല്ല. മതി മതി, നമുക്ക് അവസാനമായി ഒന്ന് പ്രാർത്ഥിക്കാം. ഇതിനെ നേരെ വഴിക്ക് ഈശോ നയിക്കണം. ഈ അയ്യോ, ആരാ കിഡ്നാപ്പിംഗ് തൊപ്പി തിരിച്ചിട്ട്? തീർക്കണമേ. അത് തൊപ്പി തിരിഞ്ഞല്ലടാ, ഇപ്പൊ ശരിക്കും കറണ്ട് പോയതാ. കോട്ടയാ. വേണ്ട. മരത്തിന്റെ പേര് ഇതാ പറമ്പ് തന്നെയാണോ? മുമ്പ് ഇത്ര വെളിച്ചമുണ്ടായിരുന്നു. കറണ്ട് പോയതല്ല, ഇവൻ മുമ്പോടെ വന്നത് പകല. ഹലോ, ഇവിടെ നിന്ന് ഇടത്തോട്ട്. ഓപ്പൺ. നീ ലഗേജൊക്കെ എടുത്താ? ലഗേജ് എല്ലാം എടുത്തിട്ടുണ്ട്. നീ കേറിക്കോ. എന്തൊരു വെയിറ്റ്. ഡോറടച്ചേക്ക് സീനിയക്കാരി വന്നു. അമ്മ മായയും ശുഭയും കാണാനില്ല. കുട്ടികളെ രണ്ടുപേരും എവിടെയും കാണുന്നില്ലെന്ന്. നീ എല്ലാ മുറിയിലും നോക്കിയോ സുഭാഷിണി? എന്താ സുഭാഷിന് ഉണ്ടായത്? കുട്ടികളെ കാണാനില്ല എടുത്തി.